ഹോക്കി പുരുഷ ജൂനിയർ ലോകകപ്പ് ടൂർണമെന്റിന്റെ ട്രോഫി പര്യടനത്തിന് തലസ്ഥാനത്ത് വമ്പൻ സ്വീകരണം. പട്ടം സെന്റ് മേരീസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ട്രോഫി അനാവരണം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഹോക്കി കിറ്റുകൾ വിതരണം ചെയ്തു. പുരുഷ ജൂനിയർ ലോകകപ്പ് ഹോക്കി ടൂർണമെന്റിന്റെ ട്രോഫി പര്യടനത്തിന് തിരുവനന്തപുരത്ത് വൻ സ്വീകരണം. പട്ടം സെന്റ് മേരീസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കേരള ഗവർണർ വിശ്വനാഥ് അർലേക്കർ ട്രോഫി അനാവരണം ചെയ്തു. പര്യടനത്തിന്റെ ഭാഗമായി ലോകകപ്പ് ട്രോഫി ഇന്ന് അനാവരണം ചെയ്തെങ്കിലും ഹൃദയത്തിൽ നിന്നുള്ള നമ്മുടെ യഥാർത്ഥ ആഗ്രഹം ട്രോഫി വീണ്ടും നമ്മളിലേക്ക് എത്തണമെന്നതായിരിക്കണമെന്ന് ഗവർണർ പറഞ്ഞു. ലോകകപ്പിൽ വിജയിച്ച ശേഷം ട്രോഫി എത്തുമ്പോൾ ഇതിലും മികച്ച രീതിയിൽ വീണ്ടും ആഘോഷിക്കാമെന്നും ഗവർണർ പറഞ്ഞു. ഹോക്കിയിൽ ഇന്ത്യയുടെ നേട്ടങ്ങളെക്കുറിച്ചും കേരളത്തിൽ നിന്നുള്ള ഒളിമ്പ്യൻ PR ശ്രീജേഷ് ഉൾപ്പെടെയുള്ള താരങ്ങളെക്കുറിച്ചും ഗവർണർ കൂട്ടിച്ചേർത്തു. We are today beginning the celebrations which are yet to come, and I hope this particular enthusiasm, the josh which you have, will remain there forever to get the trophies for our country, and that is what we are hoping from you, expecting from you. Just now I was distributing the hockey sticks to our children, our young coming budding sports persons, hockey players. I was just asking them, what are you going to do with the hockey sticks? And I am very glad when I asked them, are you going to play for India in future? They said yes. That is the moment that we have. ഹോക്കി ലോകകപ്പിൽ പങ്കെടുക്കുന്ന ടീമിന് ആശംസകൾ നേർന്ന ഗവർണർ മികച്ച രീതിയിൽ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ച കേരള ഹോക്കിയെയും കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് V. സുനിൽകുമാറിനെയും പ്രത്യേകം അഭിനന്ദിച്ചു. പരിപാടിയോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഹോക്കി കിറ്റുകൾ വിതരണം ചെയ്തു. ഇന്ത്യൻ ഹോക്കിയുടെ പ്രൗഢമായ ചരിത്രത്തിന്റെയും ശോഭനമായ ഭാവിയുടെയും പ്രതീകമായ ജൂനിയർ ഹോക്കി ലോകകപ്പ് ട്രോഫി അനാച്ഛാദനത്തിന് നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അഭിമാനകരമായ നിമിഷമാണ് ഈ നേരം. ഹോക്കിയിൽ ഇന്ത്യയുടെ അസാധാരണ യാത്രയുടെ 100 വർഷങ്ങൾ അടയാളപ്പെടുത്തുന്ന വേളയാണിത്. നമ്മുടെ മൈതാനങ്ങളിൽ ആരംഭിച്ച് ലോകം കീഴടക്കിയ ഒരു യാത്ര. മേജർ ധ്യാൻചന്ദിൻ്റെ അതുല്യമായ തിളക്കം മുതൽ 8 സ്വർണ്ണ മെഡലുകളുമായി ഇന്ത്യ ഒളിമ്പിക്സ് ഭരിച്ച സുവർണ്ണ കാലഘട്ടം വരെ ഹോക്കി നമ്മുടെ ദേശീയ അഭിമാനത്തെ രൂപപ്പെടുത്തിയ കായിക ഇനമാണ്. സംസ്ഥാനത്തെ വിവിധ സ്പോർട്സ് സ്കൂളുകളിലെ വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു. കർദിനാൾ മാർ ബെസേലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാവ, സ്പോർട്സ് ആൻഡ് യൂത്ത് ഡയറക്ടർ വിഷ്ണുരാജ് IAS, കേരള ഹോക്കിയുടെയും കേരള ഒളിമ്പിക് അസോസിയേഷന്റെയും പ്രസിഡന്റ് V. സുനിൽകുമാർ, സെക്രട്ടറി ജനറൽ S. രാജീവ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സായി LNCPE പ്രിൻസിപ്പളും ഡയറക്ടറുമായ ഡോക്ടർ G. കിഷോർ, കേരള ഒളിമ്പിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ SN രഘുചന്ദ്രൻ നായർ, കേരള ഹോക്കി ജനറൽ സെക്രട്ടറി CT സോജി, സെന്റ് മേരീസ് സ്കൂൾ പ്രിൻസിപ്പൽ റെവറൻഡ് ഫാദർ നെൽസൺ P., വൈസ് പ്രിൻസിപ്പൽ റെജി ലൂക്കോസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിലെത്തിയ ട്രോഫി കേരള ഹോക്കി പ്രതിനിധികൾ ചേർന്നാണ് ഏറ്റുവാങ്ങിയത്. തുടർന്നാണ് കേരളത്തിലെ പരിപാടികൾക്ക് തുടക്കമായത്. തിരുവനന്തപുരത്ത് നിന്ന് ട്രോഫി മത്സരവേദിയായ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി.